ചാനലിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം മത്തായി സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള വചനഭാഗത്ത് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനമെടുക്കുന്നതിനെ കുറിച്ചാണ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തു നിന്നൊരു ശബ്ദമുണ്ടായി. യേശു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെട്ടു വരാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവ് ഇത് സംസാരിക്കുന്നത്. കാരണം യേശു സ്നാനമെടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കടന്നു വരികയും പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യേശു കർത്താവിന്റെ മേൽ കടന്നു വരുവാൻ ഇടവരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഈ ശബ്ദമാണ് നമ്മളോട് ഇന്ന് കർത്താവ് പറയാൻ ഇടവരുന്നത്. ഈ ശബ്ദം നമ്മൾ കേൾക്കണം. യേശു ആരാണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു ശബ്ദമാ കേൾക്കുന്നത്. ഈ ശബ്ദം നമ്മൾ കേൾക്കാൻ ഇടവന്നാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഭാഗ്യം കിട്ടിയ അനേകർ സുവിശേഷത്തിലുണ്ട്. ഇതുപോലെ ഭാഗ്യം നമുക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് അവന്റെ കൃപയിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. യോഹന്നാന് യേശു ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. ആരുടെ മേലേക്കാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ കടന്നു വരുന്നു, ഇവനാണ് വരാനിരിക്കുന്ന മശിഹ എന്ന് യോഹന്നാന് കർത്താവ് കൊടുത്ത വെളിപ്പാട് ഇവിടെ നിവൃത്തിയാകാനാണ് ഇടവരുന്നത്. വരാനിരിക്കുന്ന മശിഹ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും വെളിപ്പാടും തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അവസ്ഥകളും മാറും. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്കാണ് യേശുവിന്റെ ഈ വചനം കടന്നു വരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം തന്നെ കടന്നു വരും. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നവന്റെ ശബ്ദമാ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്. ഈ ശബ്ദം കേട്ടാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഈ ശബ്ദം കേട്ടാൽ നമ്മുടെ രോഗങ്ങൾ മാറും. ഈ യേശുവിന്റെ വചനം കേട്ടാൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളും മാറും. കുടുംബത്തിന്റെ ഭാരങ്ങളും അസമാധാനങ്ങളും നീങ്ങും. വലിയ സമാധാനത്തിലേക്ക് കടന്നു വരാൻ ഇടവരും. യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ മേലും ഭവനത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.